ഹായ് ഫ്രണ്ട്സ്, ഇത് സഫീർ അലി. ഇന്ന് നമ്മൾ ക്ലാസിക് വെർഷനെ എങ്ങനെ എവല്യൂഷൻ മോഡലാക്കാമെന്നാണ് നോക്കുന്നത്. അതായത് 4.0.6നെ ക്ലാസിക് 4.0.6നെ നമുക്ക് 6.0.3 MDയിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു 7.0.5 ചെയ്യുന്നതാണ്. അതിൽ ബ്ലൂടൂത്തിൽ ചെറിയ ലാഗ് വരുന്നതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയുമായി വന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം സിസ്റ്റം നോക്കുക. സിസ്റ്റം 4.1.0 ആണെങ്കിൽ നിങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ലിങ്ക് എല്ലാം പാർട്ടായിട്ട് താഴെ കൊടുത്തിരിക്കുന്നതാണ്. അത് നോക്കി ചെയ്താൽ മതി. ഇതിപ്പോൾ 4.0.6 ആയതുകൊണ്ട് ഡയറക്റ്റ് ബൂട്ട് ലോഡർ മുതലാണ് ചെയ്യുന്നത്. ബൂട്ട് ലോഡർ ആയിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് USB മാറ്റുക. അത് പ്ലഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്ഡേഷൻ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു കാര്യം പറയാനുള്ളത്, ഇത് സ്വന്തം റിസ്കിൽ ചെയ്യുക. ഇത് അൺഒഫീഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. എന്തും എൻ്റെ വീഡിയോയിലിടുന്നത് ഒരിക്കലും കമ്പനി അപ്രൂവലായിട്ടുള്ള കാര്യമല്ല. അത് നമ്മൾ അൺഒഫീഷ്യലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് റിസ്ക് എടുക്കുക. റിസ്ക് എടുത്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നുവരെയും ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. വെയിറ്റ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആകുന്നവരെയും വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവും. ഒരു കാരണവശാലും USB അൺപ്ലഗ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇടത് സൈഡിൽ താഴെയായിട്ട് ഒരു ഡീബൂട്ട് എന്ന് എഴുതി കാണിക്കുന്നത് കാണാം. അത് ഇൻസ്റ്റാൾ ആയതാണ്. അത് ഇനി ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും ഓണായി വരാനായിട്ട്. ടൈം കാണിക്കുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെയിറ്റ് ചെയ്താൽ മതി. ഒരു കാരണവശാലും റിമൂവ് ചെയ്യരുത്. ഹോം സ്ക്രീനോ മീഡിയയോ ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് USB. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് 6.0.3 MD ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. എക്സ്ട്രാക്ട് ചെയ്ത് USB കൊടുക്കുക. 6.0.3 MD ഡീബൂട്ട് 1.4 എന്ന് കാണിക്കും. അപ്ഡേറ്റ് കൊടുക്കുക. സെയിം മീഡിയനെ ഓഫ് ആവാതെ നോക്കുക. കാരണം നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യാതിട്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓഫ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം എറർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല. ക്ലാസിക്കിനെ കാട്ടി നല്ല ഫാസ്റ്റും എന്തുകൊണ്ട് ടച്ച് പെർഫെക്ഷനും എല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന 6.0.3 MDക്ക് ഉണ്ടാവും. തീം മൊത്തത്തിൽ ചേഞ്ച് ആവുന്നതാണ്. ഒരു പ്രീമിയം ലുക്ക് വരുന്നതാണ്. വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവും. ഒരു കാരണവശാലും USB അൺപ്ലഗ് ചെയ്യരുത്. വെയിറ്റ് ചെയ്യുക. ലോഗോ വരും. കുറച്ച് ടൈം എടുക്കും നമുക്ക് ഓണായി വരാനായിട്ട്. ഇത് അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഓണായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാഷ ഇംഗ്ലീഷ് മാറി അറബി കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് ഇംഗ്ലീഷിലേക്ക് പോകുന്നതാണ്. ഇതിൻ്റെ താഴെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എവിടെയാണ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് എല്ലാം വിശദമായിട്ടുള്ള ഒരു പാരഗ്രാഫായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ്. ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 4.0.6 ചെയ്യേണ്ട കാര്യമില്ല. അത് 4.1.0 വേറെ ഏതെങ്കിലും ആണെങ്കിൽ 4.0.6 ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ വിശദാംശം എല്ലാം അതിനകത്തുണ്ടായിരിക്കുന്നതാണ്. തികച്ചും സോഫ്റ്റ്വെയറുകളെല്ലാം ഫ്രീ ആയിട്ടാണ്. സോഫ്റ്റ്വെയർ ഫ്രീ ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഇതുപോലെ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രചോദനമാവുകയുള്ളൂ. കുറച്ച് ടൈം എടുക്കുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. റീസ്റ്റാർട്ട് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അത് ഫുള്ളായിട്ട് വരുമ്പോൾ റീസ്റ്റാർട്ട് ആവുന്നതാണ്. അത് കഴിഞ്ഞ് പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ഇതിലേക്ക് മാറിയിരിക്കുന്നതാണ്. USB അൺപ്ലഗ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വെർഷൻ വന്നിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞ് 6.0 MDയിലേക്ക് മാറിക്കഴിഞ്ഞു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.